ഹലോ, ഞാൻ റിജൂസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേഫ്റ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന പോലത്തെ ജനറൽ സയൻസ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ 10 ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള വിഭാഗത്തില് ആൻസേഴ്സ് ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് നമ്മൾ കാണിച്ചിരുന്നത്. ഇവിടെ നമ്മൾ എന്താ പറയാ 1000 മുതലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമുക്ക് ടൈം ഇല്ലാത്തതിനോട് നമ്മൾ ഇത്രേ കാണിക്കുന്നുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. വരെ ഉണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ലാസ്റ്റ് തന്നെ 1021. അപ്പൊ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ വീഡിയോയില് മൊത്തം ആൻസേഴ്സ് എന്ന് പറഞ്ഞ ഈ വിഭാഗം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കണുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ ജനറൽ സയൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ജനറൽ സയൻസ് അതിൽ ഫസ്റ്റ് ബയോളജി, അതിൽ കുറെ എന്താ പറയാ സെക്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ കെമിസ്ട്രി വരുന്നുണ്ട്. പിന്നെ കെമിസ്ട്രി തന്നെ കുറെ സെക്ഷൻസ് ഉണ്ട്. ഫിസിക്സ് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ലാസ്റ്റ് 4 എർത്ത് ആൻഡ് സ്പേസ് സയൻസസ്, ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, ജിയോഫിസിക്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് വരുന്നത് 5 ആണ്. കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇത്രയൊക്കെയാണ് ജനറൽ സയൻസിൽ വരുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിന്റെ ആൻസേഴ്സ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോ. അതിന് മുന്നേ എല്ലാം കുറെ വീഡിയോസ് നമ്മൾ ചെയ്തേക്കുന്നതൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങളതൊക്കെ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നും വിശ്വസിക്കുന്നു. ഇത്രയൊക്കെയാണ് ഈ വിഭാഗത്തിൽ വരുന്ന ജനറൽ സയൻസിൽ. പിന്നെ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ. ദയവേത് ക്ഷമിക്കുക. നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. പിന്നെ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് 1000 മുതൽ നമ്മള് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞേക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ആൻസർ ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ടോപ്പിക്സ് എന്ന് പറയാൻ പറ്റില്ല, ആൻസേഴ്സും പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ജനറൽ സയൻസിലെ സെക്ഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത് നമുക്ക് പറയാം. കാരണം നമ്മൾ അതിന് മുന്നേ ചെയ്തേക്കുന്ന വീഡിയോയിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചേർത്ത് നമ്മൾ വീഡിയോ ചെയ്തെന്നുള്ളൂ. ആൻസേഴ്സിന്റെ ഒപ്പം നമുക്ക് എങ്ങനെയാണ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഏത് വിഭാഗത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചേർത്ത് വീഡിയോ ചെയ്തു.
കാരണം ഭയങ്കര ചെറിയൊരു വീഡിയോ ആണ്, അതുകൊണ്ട് ഞാനിത് എടുത്തു പറയാൻ കാരണം നമ്മൾ മൊത്തത്തിൽ ചിലപ്പോൾ 1 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോ ആണ് ഇതിന് മുന്നൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് കൂടുതലും, അല്ലെങ്കിൽ 1 മണിക്കൂർ പിന്നെ അരമണിക്കൂർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ എന്താ പറയാ, ഒരുപാട് എക്സ്പ്ലനേഷൻസ് അധികം വരുന്നില്ല, അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചേക്കാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോ, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ 1021 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ബാങ്കിൽ വരുന്നത്. 10 ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ ബുക്കിൽ. അപ്പം നമ്മൾ ചിലപ്പോൾ ആൻസേഴ്സ് ചിലപ്പോൾ ടിക്ക് ചെയ്തതിൽ ചിലപ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മൾ ഇതിന് മുന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ABCD എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ചെയ്താണ് നമ്മൾ ആൻസേഴ്സ് ഒക്കെ വായിച്ചു പോയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പ്രത്യേകം വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അത് അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കാരണം ഇത് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടില്ല, ഒരു വീഡിയോ ഉള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് ദയവായി ശ്രദ്ധിക്കാം. അപ്പം ജനറൽ സയൻസിൽ 1 ബയോളജി, അതിൽ നമ്മൾ പറയാൻ പോകുന്നത് ദ സയൻസ് ഓഫ് ലൈഫ്. Biology as the science of life uses scientific principles to study the living world. The great Greek philosopher Aristotle is considered to be the father of biology. In modern times, Jean-Baptiste de Lamarck, the French naturalist, was the first to use the word biology in 1800. The other important influence on the study of biology was that of the English zoologist Thomas Henry Huxley, who argued against the division of the subject into zoology and botany, and proposed that all living things should be studied in an integrated way. Since the beginning of the formal study of biology, its scope has continued to evolve. Its subject areas have changed and reorganized. Biology today is subdivided into numerous branches based on the molecule, the cell, the organism, and the population. The science of life മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, ടൈമില്ല, അതുകൊണ്ടാണ്. ദയവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലൊരു എന്താ പറയുക എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞല്ല, ക്വസ്റ്റ്യൻ ബാങ്ക് ആയിരുന്നു നമ്മൾ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 1021 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ബാങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ ഈ രീതിയിലാണ് എന്തായാലും ഇനി ക്ലാസ് എടുത്ത് പോകുള്ളൂ. പരമാവധി നിങ്ങൾ സഹകരിക്കുക ദയവായി. കുറേ തവണ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല, ടൈം ഇല്ലാത്തത് കൊണ്ട്. അപ്പം അടുത്ത് നമുക്ക് പറയാം ഒറിജിൻ ഓഫ് ലൈഫ്. ദ എർത്ത് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ആൻ അപ്രോപ്രിയേറ്റ് amalgam of vital elements like hydrogen, oxygen, carbon and nitrogen, which allows the creation and sustenance of life. Scientists believe that millions of years ago, the energy released due to heat, lightning or radioactive elements lead to the formation of complex proteins and nucleic acids into strands of replicating genetic code. Subsequently, these molecules organized themselves to form the first simple forms of life, which were similar to what we call cyanobacteria today. These cellular forms are known as prokaryotes. Prokaryote cells are very simple. The more complex cells of animals and plants are known as eukaryotes. Later, the eukaryotic cells began to organize themselves into
multicellular organisms. The sidebar describes the approximate time of origin of the Earth major groups of plants and animals. Origin of life നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Living and non-living organisms. Living organisms can extract, convert and use the energy from the environment. In addition, a living organism is able to maintain and even increase its own energy content. In contrast, dead organic matter tends to disintegrate as a result of the chemical and physical forces of the environment in order to maintain themselves and prevent such disintegration. Living organisms have an inbuilt self-regulatory system to ensure that there is no net energy loss. This control is referred to as homeostasis. This control is referred to as homeostasis and operates at all levels of biological organization, from the molecular levels to the community level. Bracketly refers to table 1.2 for differences between living and non-living organisms. ഇനി പറയാനുള്ളത് 4 groups of biological entities. Archaea. These are a group of organisms that can live in extremely hostile habitats like thermal, volcanic vents, saline pools and hot springs. Like bacteria, archaea are single-celled organisms. The two may appear to be similar, but both are biochemically and genetically very different. They are sometimes referred to as archaebacteria. ഒരു ടേബിളാണ് ഓർഗാനിസം ഗ്രൂപ്പ് ടൈം ഓഫ് ഒറിജിൻ. ഓർഗാനിസം ഗ്രൂപ്പ് ടൈം ഓഫ് ഒറിജിൻ. മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് 570 million years ago. Fish 505 million years ago. Land plants 438 million years ago. Amphibians 480 million years ago. Reptiles 320 million years ago. Mammals 280 million years ago. Flowering plants 140 million years ago. Hominid line 20-50 million years ago. ഈ വിഭാഗം നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എന്നുവെച്ചാൽ ഈ രീതിയിലെടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബുക്കിന്റെ പ്രത്യേകതയും കൂടിയാണ് ഇതുപോലെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ എന്താ പറയാ പാസേജുകൾ ഉണ്ടാവും. പാസേജ് മീൻസ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അപ്പൊ നമുക്ക് നോക്കാം മേജർ ഫീൽഡ്സ് ഓഫ് ബയോളജി. അനാട്ടമി, സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ലിവിംഗ് തിങ്സ്. ബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ബയോകെമിസ്ട്രി, കെമിക്കൽ പ്രോസസ് ആൻഡ് സബ്സ്റ്റൻസസ് occurring in living things. Biophysics applies tools and techniques of physics to the study of living things. Botany, study of plants. Cryobiology analyzes how extremely low temperatures affect living things. Cytology, structure, composition and functions of cells. Ecology, relationships between living things and environment. Embryology, formation and development of plants and animals through fertilization until they become independent organisms. Entomology, study of insects. Ethology, animal behavior under natural conditions. Evolutionary biology,
study of evaluation of organisms. Ichthyology, study of fish. Spelling mistake ഉണ്ട്, ക്ഷമിക്കുക. Immunology, study of body's defense mechanism against diseases and foreign substances. Limnology, bodies of fresh water and the organisms found in them. Marine biology investigates sea life, medicine, science and art of healing. Microbiology, study of microscopic organisms. Molecular biology, analysis molecular processing cells. Neurobiology, studies the nervous system of animals. Ornithology, study of birds. Paleontology, study of fossils. Pathology examines the changes in body leading to disease or the changes caused by disease. Physiology, functions of living things. Sociobiology focuses on biological basis for social behavior in human beings and other animals. Taxonomy (bracket) or systematics. അപ്പോൾ ഇതിൽ പ്രത്യേകം നമ്മൾ എടുത്തു പറയുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ക്ഷമ ചോദിക്കണം. ചില വേർഡ്സ് ഇത്തിരി ടഫ് പോലെ തോന്നിയിരുന്നു. ഇത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ എടുത്തു പറയുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങളൊന്ന് ദയവേത് ശ്രദ്ധിക്കുക. എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ ദയവേത് തെറ്റിരുത്തി പോകണം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും നമ്മൾ പറഞ്ഞത് മൊറാശ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഒരു വലിയ കുറവുണ്ടെന്ന് എനിക്കറിയാം, നിവർത്തിയില്ല. ഉണ്ടല്ലേ, ഇത്രയും വരുന്നുണ്ട്. മേജർ ഫീൽഡ്സ് ഓഫ് ബയോളജി. നമുക്ക് അടുത്തത് നോക്കാം. നമ്മൾ പറയാൻ വിട്ടുപോയി, ഈ പേജിൽ 1-2 പോയിന്റും കൂടി ഉണ്ട്, അതുകൂടി വായിക്കണം. സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. വൈറോളജി ഡീൽസ് വിത്ത് വൈറസ് ആൻഡ് വൈറൽ ഡിസീസസ്. സോറി, ഇതിൻ്റെ ഒരു എന്താ പറയുക പോയിന്റ് പിന്നത്തെ പേജിലാണ്. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് ഇത് വായിക്കാണ്. ടാക്സോണമി (ബ്രാക്കറ്റിൽ) ഓർ സിസ്റ്റമാറ്റിക്സ്. സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. വൈറോളജി ഡീൽസ് വിത്ത് വൈറസസ് ആൻഡ് വൈറൽ ഡിസീസസ്. സുവോളജി സ്റ്റഡി ഓഫ് അനിമൽസ്. സ്ഥലമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പേജിലോട്ട് സെറ്റ് ചെയ്തേക്കുന്നത്, നേരത്തെ പേജിൽ. അപ്പം നമുക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ടേബിൾ 1.1 ലിനായിസ് ക്ലാസിഫിക്കേഷൻ. Table 1.1 Linnaeus classification. A classification frog, dog, man. Classification subphylum. Frog vertebrate, dog vertebrate, man vertebrate. അടുത്തത് ക്ലാസ് ആംഫിബിയ, മാമലൈ. ഓർഡർ അനുര, കാർണിവോറ, പ്രിമേറ്റ്. ഫാമിലി റാനിഡൈ, കാനിഡൈ, ഹോമിനിഡൈ. ജീനസ് റാന, കാനിസ്, ഹോമോ. സ്പീസീസ് പൈപ്പിൻസ് ഫെമിലിയാരിസ്, സാപ്പിയൻസ്. ഇത്രയാണ് ഇത് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ നമ്മൾ വായിച്ചിരുന്നു, റഫർ എന്നും പറഞ്ഞിട്ട്. ടേബിൾ 1.2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് വായിച്ചു പോയപ്പോൾ.
Table 1.2 Characteristics of living and non-living organisms. Living organisms, non-living organisms. Metabolism. Cell transforms energy while maintaining their identity and reproduce through metabolism. No metabolism done. At the growth. Grow from within using food obtained from nutrition. The molecules are formed into new living material. Non-living objects such as crystal or a stalagmite grow by addition of new material to their outside surface. Reproduction. Lifespan is limited, but organisms have an ability to perpetuate life. The offspring have the same general characteristics as of their parents. Nucleic acid, DNA, RNA, containing the coded information are passed on to the next generation. Can be broken down into new or similar objects, but cannot produce products that can grow to a similar size or shape as their own. Other nutrition. Need food and other material for life processes. Light and chemical energy are the only two energy sources. Objects do not require energy for their survival. If, however, some input is added to the object, it may lose its original identity. Respiration. Energy is released during the breakdown of energy-rich compounds, the process called as respiration. This energy is stored up in molecules of adenosine triphosphate (ATP). No inbuilt mechanism is available for the generation, consumption, and storage of energy. Organization. Occur in definite shapes, size, and possesses inherited physical and chemical composition. The whole organism can be brought down to organization. Occur in definite shapes, sizes, and possess inherited physical and chemical composition. The whole organism can be brought down to organs, tissues, and cells. Such complex organization is not present here. Example, water (H2O) can be found in various physical forms, such as a dewdrop, ice vapor, or vast ocean. Adaptation and responsiveness. Have the ability to respond to changes in both internal and external environments. Therefore, survival chances are maximum. The change may be chemical, such as presence of acids and bases, physical heat or light, mechanical, a contact or a blow. The responsiveness to such changes brings about structural, physiological, or behavior changes in animals or plants. Permanent adaptation, however, may occur over generations. Changes, physical or chemical, are bound to destruct the inanimate object, either in shape, size, or composition. Last, another movement. Some organisms are mobile. They move from place to place, as animals or some bacteria in search of food or for survival. Plants, unlike mobile organisms, manufacture their own food from raw material obtained in one place. However, some movement can occur in plants as well, such as the growth of a leaf towards the sun or a flower closing at night. Inanimate objects move under the influence of physical or chemical forces,
movement of plants is due to gravitational and centrifugal forces. Inanimate objects cannot move on their own. മൂവ്മെന്റ് ലാസ്റ്റ് അല്ല കേട്ടോ, ഒരു പോയിന്റ്സും കൂടി പറയാനുണ്ട്. എക്സ്ക്രീഷൻ ആണ് കേട്ടോ ലാസ്റ്റ് വരുന്നത്. Excretion is removal of waste products from the body that are left after metabolism. Example, excess proteins cannot be stored in animals and must be broken down and expelled. No metabolism or nutritional intake, therefore no excretion takes place. No metabolism or nutritional intake, therefore no excretion takes place. ഇതോടുകൂടി ലിവിങ് ഓർഗാനിക്സ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിക്സ് അവസാനിക്കുകയാണ്. ഇനി ഇതിൽ പറഞ്ഞേക്കുന്നത് ബി പ്രൊക്കാരിയോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ക്ലാസ് എടുത്ത വിഭാഗത്തിലെ ബാലൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് കാണിക്കുകയാണ് വീഡിയോയിൽ. ഇതിപ്പോൾ ഇങ്ങനെ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് ഇങ്ങനെ. എ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ബി ആണ് തുടങ്ങാൻ പോകുന്നത്, പ്രൊക്കാരിയോട്ട്. ഇതിന്റെ ഹെഡ്ലൈൻ ഞാൻ ഒന്ന് വായിക്കാണ്. 4 ഗ്രൂപ്പ്സ് ഓഫ് ബയോളജിക്കൽ എൻറ്റിറ്റീസ്. അതിൽ എ വരുന്നത് ആർക്കെയ. ഇതിന്റെ ബാലൻസ് ഭാഗമാണ് നമ്മ ഇനി പറയാൻ പോകുന്നത്. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അടുത്ത പേജിലോട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. കുറെ ഡിഫറൻസ് വന്നിട്ടുണ്ട് നമ്മൾ പറയുന്നതായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ ഇനി ബി ആണ് പറയാൻ പോകുന്നത്, പ്രൊക്കാരിയോട്ട്. ഫോർ എക്സാമ്പിൾ, bacteria as stated above are simple single-celled organisms that generally lack chlorophyll 2. Bracketed cyanobacteria are an exception. They have a prokaryote cell type. It is through the breakdown of organic matter, that is through fermentation and respiration, that bacteria derive energy to sustain themselves. They also help in maintenance of nitrogen in the atmosphere. Bracketed rhizobium and cyanobacteria. Bracketed, without them the level of nitrogen in the ecosystem would fall and the plant and animal growth would be severely hampered. The oldest fossils of life on earth are bacteria-like organisms. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്, ക്ഷമിക്കുക ദയവായി. യൂക്കാരിയോട്ട. All organisms with a eukaryote cell type are termed eukaryota. Included in the group are the kingdoms Protista, fungi, animalia and plantae. അടുത്തത് D viruses. These are fragments of DNA or RNA which depend for reproduction on the most cell that they infect. They are not cells but are thought to be part of the genetic code that originated from eukaryote or prokaryote cells. The code fragments containing through genetic information for self-existence. The viruses at times are metabolically inert and technically non-living but can cause several diseases in eukaryote organisms. In humans, they can cause smallpox, chickenpox, influenza, shingles, herpes, polio, Ebola, AIDS, rabies and some types of cancer. ഇനി നമുക്ക് പറയാനുള്ള ക്ലാസിഫിക്കേഷൻ. Linnaeus system of classification. Classification is grouping things together on the basis of certain features, and the science of classification is called taxonomy. Taxonomy has two branches,
nomenclature bracket the naming of the organisms and systematics bracket the placing of organs together. In 1753 Carl Linnaeus bracket 1707 to 1778 a Swedish naturalist proposed on order-based system for the classification of the various organisms found on Earth. In that system of classification, which was based on binomial system, the finest unit of organization of life is the species. Every organism, according to that system, could be classified with a unique binomial name. Each organism would have a generic name or the genus bracket upper case the first letter followed by the specific name or the species bracket all letters lower case. For example, the biological term for humans is Homo sapiens. Here the genus is Homo and the species is sapiens. The term can be abbreviated as H. sapiens 2. The Latin names are internationally agreed upon and avoid the confusion of local variations in common names. ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് മോഡേൺ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ്. Linnaeus' hypothesis served as the basis for the current classification systems. The modern classification systems comprise several levels of hierarchical organization, which makes it more complicated. Structurally based on Darwin's theory of evaluation, the systems are taxonomic bracket answering structure and physiological connections between organisms, and phylogenic bracket classifications based on genetic connections between organisms. The modern classifications are standardized in a hierarchical system that go from general to specific. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ജനറൽ സയൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ പറയുന്ന ടോപ്പിക്സ് നമുക്ക് പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻസ്, ബാക്ടീരിയ ആൻഡ് ആർക്കിയ, അതർ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്, ആന്റിബയോട്ടിക്സ്, ദ 5 കിങ്ഡംസ്, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനറൽ സയൻസിൽ ബയോളജിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ദയവേത് നിങ്ങൾ ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. പരമാവധി നമ്മൾ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും നമുക്ക് തെറ്റുകൾ പറ്റാം വീഡിയോസിലൊക്കെ. അപ്പം നിങ്ങളുടെ സഹകരണം, ദയവായിട്ടുള്ള സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിത് നമ്മൾ ഇത്രയും എടുത്തൊക്കെ പ്രാധാന്യം എടുത്ത് പറയാന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ കമൻസ് കാര്യങ്ങൾ എല്ലാം വരും. അപ്പം നമ്മളത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാമെന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട്. നമുക്കിപ്പോൾ പോരായ്മകളും കാര്യങ്ങളൊക്കെ വീഡിയോസിലുണ്ടെങ്കിൽ പോലും നമ്മൾ പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യും, സോങ്സ് മിക്സ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കുക. കാരണം സോങ്സ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സാധാരണ വീഡിയോ പോലെ ഇരിക്കില്ല, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും.
പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാന്നുള്ളൊരു താല്പര്യം കൂടി ഉണ്ട്. അപ്പോൾ ചില വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും എഡിറ്റ് ചെയ്ത് സോങ്സ് മിക്സ് ചെയ്ത് തന്നെ ആയിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ വീഡിയോ രാത്രിയാണ് എടുക്കണമെന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് CCTV വേണ്ടി നല്ല രീതിയിൽ ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇത്ര സമയം കൊണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ദയവേത് കണ്ടു നോക്കണം. പിന്നെ നമുക്ക് പറയാനുള്ളത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാ വീഡിയോസും തുടങ്ങുമ്പോൾ തന്നെ പറയാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്. കാരണം വീഡിയോ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ തുടക്കം കാണുന്നവരുണ്ടാവും, അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് വീഡിയോ കാണുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗത്തു നിന്ന് വീഡിയോ കാണുന്നവരുണ്ടാവും. അപ്പോൾ ഈ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നേരെ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോനെ കുറിച്ചുള്ള ഒരു അവലോകനം കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ എല്ലാം പറഞ്ഞു പോകുന്നത് പരമാവധി. പിന്നെ ക്ലാസ് പരമാവധി സ്പീഡിലാക്കാം എന്നും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പീഡാവുന്നുണ്ട് അത്യാവശ്യം. അപ്പം നമുക്ക് എന്താ പറയുക, പരമാവധി നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ലൊരു വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.